എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും ഒരു താങ്ക്സ് പറയുകയാണ്. നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി പറയുകയാണ്. അത് ചെയ്യാൻ നമ്മൾ 5 കൊല്ലം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. അപ്പോൾ അതിൻ്റെ കംപ്ലീഷനാണ്. 2019 മെയ് 13 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇന്ന് 2019 മെയ് 14 നമുക്ക് 5 കൊല്ലം നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ നൽകി വന്ന സപ്പോർട്ടും നിങ്ങളുടെ പിന്തുണയാണ് നമ്മളെ ഈ ഒരു ഈ ഒരു ലെവൽ വരെ എത്തിച്ചത്. ഇനിയും അതുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് പിന്തുണ നൽകുക. എല്ലാവർക്കും നല്ല രീതിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 ബ്രാൻഡാണ്. ഒന്ന് ലാൽജിവാല, ഒന്ന് വർദ്ധമാൻ. വർദ്ധമാൻ്റെ വൈറ്റ് ഗോൾഡിൽ തന്നെ പ്രിൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 143 പ്ലസ് GST, അതായത് 150 രൂപയുടെ അടുത്തേക്ക് ഏകദേശം വരും. GST ഉൾപ്പെടെ 5% GST ചാർജ് ചെയ്യുന്നത്. ഹോൾസെയിലായിട്ട് കിട്ടാൻ മിനിമം 10 പീസ് എടുക്കണം. അതിപ്പോൾ വർദ്ധമാനും ലാൽജിവാല ഏതാണെങ്കിലും 10 പീസ് എടുക്കണം. ഇപ്പോൾ ഈ കാണിക്കണുണ്ടോ, ഇങ്ങനെയാണ് ഫുട് പ്രിൻ്റ് എഴുതുന്നത്, ഒറിജിനൽ മെറ്റീരിയലിൻ്റെ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മെറ്റീരിയൽ എടുക്കുകയാണ്, ഈ വർദ്ധമാനല്ല ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ കമ്പനി പേര് എന്താണെന്നുള്ളത് അതിൻ്റെ അകത്ത് ഇങ്ങനെ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും. അതിനകത്ത് ഒരു പ്രിൻറ്റിൽ മിസ്റ്റേക്കോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. ആ പ്രിൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് മൊത്തം തെളിഞ്ഞിട്ടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിൻ്റെ റിലയബിലിറ്റി നമ്മൾ സംശയിക്കേണ്ട കാര്യം ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ റീറ്റെയിലും അവൈലബിൾ ആണ്. ഇപ്പോൾ റീറ്റെയിലായിട്ട് എടുക്കേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 220 രൂപയാണ് റീറ്റെയിലിൻ്റെ പ്രൈസ് വന്നത്. ഒരു പീസായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഷിപ്പിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 143 GST എന്ന് പറഞ്ഞു, പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും. അപ്പോൾ 10 പീസിൽ എടുക്കുന്നതിന് ഷിപ്പിംഗ് ചാർജ് വന്നിട്ട് 100 രൂപയാണ് കൊറിയറിൽ വന്നത്. അത് 11 പീസ് എടുത്താലും 100 തന്നെയാണ് വരുള്ളൂ. പിന്നെ ലാഭകരമായിട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ 25 പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറിയറിന് ഒരു 175 രൂപയാണ് ആവുള്ളൂ. ഇൻസൈഡ് കേരളയാണ് ഈ പറയണത്. പിന്നെ കുറച്ചും കൂടെ നമ്മൾ മെച്ചം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാഴ്സലിൽ എടുക്കണം. അപ്പോൾ പാഴ്സലിൽ എടുക്കുമ്പോൾ മിനിമം നമുക്കൊരു 40 പീസ് എടുക്കണം. അതിൻ്റെ മുകളിലേക്ക് അതൊരു 120 പീസ് വരെയൊക്കെ ഒരു റേറ്റ് തന്നെയാണ് ആവുന്നത്. അതിൻ്റെ റേറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ള വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഷോപ്പിൽ നേരിട്ട് വന്ന് എടുക്കേണ്ടവർക്ക് നേരിട്ട് വന്ന് എടുക്കാം. നമ്മുടെ വർക്കിംഗ് ടൈം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. കൊറിയർ, ഇന്ത്യ പോസ്റ്റ്, പാഴ്സൽ സർവീസ്, ഇത് 3 വഴിയും ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഇപ്പോൾ പുറത്തേക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് പാഴ്സൽ തന്നെയാണ്. കേരളത്തിൻ്റെ അകത്തും പാഴ്സൽ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചധികം ക്വാണ്ടിറ്റി എടുക്കുക, അപ്പോൾ നിങ്ങൾക്കുള്ള കോസ്റ്റ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയറിൽ ഒരു 25 പീസ് എടുക്കുകയാണ്, 175 രൂപ വരും. അപ്പോൾ അങ്ങനെ നോക്കണേക്കാളും കുറവ് റേറ്റാണ് പാഴ്സലിന് വരുള്ളൂ. ഇപ്പോൾ നമുക്ക് സമീപപ്രദേശങ്ങളിലൊക്കെ 160 രൂപ പാഴ്സലിൻ്റെ റേറ്റാണ്. ഇപ്പോൾ ഇടുക്കി ജില്ലയിലേക്കാണെങ്കിൽ 100 പീസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രൂപയുടെ അടുത്താണ് ഒരു പീസിനുള്ള കോസ്റ്റ് വരുന്നുള്ളൂ. മറിച്ച് നമ്മൾ കൊറിയറിലൊക്കെ എടുക്കുമ്പോൾ കുറച്ചധികം ആവും നിങ്ങളുടെ, അതായത് പ്രോഫിറ്റ് മാർജിനിൽ ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളും കാണിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ റീറ്റെയിൽ വേണ്ടവർ ആ റീറ്റെയിലിൻ്റെ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഹോൾസെയിലിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യരുത്. അവർ രണ്ടും 2 സെക്ഷനായിട്ടാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ റീറ്റെയിലായിട്ട് വേണ്ടവർ ആ റീറ്റെയിലിൻ്റെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് അവിടെ നിന്നുള്ള ഡിസൈൻസ് വാങ്ങിക്കുക, റീറ്റെയിലിൻ്റെ ഓർഡർ അതിനകത്ത് പ്ലേസ് ചെയ്യുക കേട്ടോ. പിന്നെ വർദ്ധമാൻ എന്താണ് ഇത്ര ഡിലേ ആയിട്ട് കൊണ്ടുവരുന്നത്? ഇതിപ്പോൾ വർദ്ധമാനിൽ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരാണെങ്കിൽ നമുക്ക് വന്ന ഡിസൈൻസിൽ നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഡിസൈൻസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റുള്ള ഐറ്റം വൈറ്റ് ഗോൾഡ് പ്രിൻ്റ് അല്ലെങ്കിൽ യെല്ലോയിലൊക്കെ കാണുന്നത്. ആ ഒരു ഐറ്റം നമുക്ക് നല്ല ഡിസൈൻസ് എപ്പോഴും രാഹുൽ ലാൽജിവാലയിലൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ രാഹുലിൻ്റെ അടുത്ത ബാച്ച് വരാനുണ്ട്. അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഡിസൈൻസാണ്. ഭയങ്കര കളർഫുൾ എന്ന് പറഞ്ഞാൽ നമ്മളിതിനായിട്ട് കാണാത്ത നല്ല ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ ഡിസൈനൊക്കെ കയറിയേക്കുന്നത്. അപ്പോൾ അതുപോലെ ഏത് കമ്പനിയുടെ ഐറ്റം കിട്ടിയാലും നമ്മൾ എടുക്കും. ഡിസൈൻ നല്ലതാണെങ്കിൽ നമ്മൾ ഐറ്റം എടുത്തിരിക്കും. ഇപ്പം നല്ല ഡിസൈൻ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയലിന് തന്നെ ഒരു പ്രത്യേകതയായിരിക്കും. നല്ല ഡിസൈൻ വന്നാൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റത്തിന് തന്നെയാണ് നല്ല ഡിസൈൻ കയറുന്നത് തന്നെ. നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയാതെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളിവിടെ ഒരു ഐറ്റം വിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്നാ പറയുക, ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം. ഇപ്പോൾ നമ്മുടെ ഒരു മെയിൻ ബ്രാൻഡുകൾക്ക് തന്നെ ക്വാളിറ്റി കീപ്പ് ചെയ്യേണ്ട ഐറ്റം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ലോ റേഞ്ചിലുള്ള ഐറ്റം നമ്മൾ കൊടുക്കാറില്ല. ചെറിയൊരു റേറ്റിൻ്റെ വ്യത്യാസത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് കേൾക്കണ്ട. ഈ ബ്രാൻഡഡ് കൊടുക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് കേൾക്കേണ്ട നല്ല ഐറ്റങ്ങളാണ്. കുറച്ച് പേര് അജ്രക്കിൻ്റെ പ്രിൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, നൈറ്റ് വിത്ത് ഷാൾ, ഇതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അജ്രക്ക് നമുക്ക് വരും, നമുക്കൊരു 5-8 ദിവസത്തിനുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അജ്രക്കൊക്കെ കിട്ടാനില്ലായിരുന്നു. ഭയങ്കര ഡിമാൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസൊക്കെ ഇച്ചിരി ഷോർട്ടാണ് കിട്ടാൻ. ഇപ്പോൾ അടുത്ത് തന്നെ ഇനി ഷോർട്ടാകാൻ പോണ സാധനം 320 കുറച്ചധികം ഷോർട്ടേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം വേണ്ടവരൊക്കെ അത്യാവശ്യം കരുതി എടുത്തു വയ്ക്കുക. സൺഡേസ് നമ്മൾ വർക്കിംഗ് അല്ല കേട്ടോ. ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് സൺഡേ വർക്കിംഗ് ആണോ എന്നുള്ളത്.
അപ്പോൾ എല്ലാവരെയും പോലെ നമ്മളും വർക്ക് ചെയ്യുന്ന ഒരു ദിവസം ഓഫ് എടുക്കുന്നു, ആ ഒരു കൺസെപ്റ്റാണ്. അപ്പം സൺഡേയ്സ് വർക്കിംഗ് അല്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് സൺഡേയ്സ് ഓപ്പൺ അല്ലാത്തത്. സീസൺ ആവണ സമയത്ത് നമ്മൾ ചിലപ്പോഴൊക്കെ ഓപ്പൺ ആക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ട്, നമ്മൾ സ്റ്റാറ്റസൊക്കെ നോക്കിയാൽ മതി. പിന്നെ ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മൾ നമ്പർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. പിന്നെ മെറ്റീരിയലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി കാര്യങ്ങൾ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് എന്തായാലും റേറ്റിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് ബണ്ടിൽ പർച്ചേസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബണ്ടിൽ ക്വാണ്ടിറ്റി എടുക്കുന്നവർക്കാണ് റേറ്റിലും കാര്യങ്ങളിലും വ്യത്യാസം വന്നത്. അപ്പോൾ അത് എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാറായി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരുടെ നന്ദി പറയുകയാണ്. നിങ്ങൾ നൽകി വന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുവരെ എത്തിയത്. ഇനിയും അത് തുടർന്ന് ഉണ്ടാവണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കീപ് പർച്ചേസിങ്, അതൊക്കെ തന്നെയാണ് പറയാനുള്ളൂ. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയും പുതിയ കളക്ഷൻസായിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.